ഹലോ. ഷോർട്സ് മാത്രം നമ്മൾ ഇട്ടിരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതും ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്സിൽ വന്നിട്ടുള്ള കുറേ കമൻസുകൾ കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെ വീഡിയോസിൽ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ പാർട്ടുകളൊന്നും നമ്മൾ ഇടാറില്ല. നോർമലി നമ്മൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കമൻറ്റാണ്, നീ ഇത് വരച്ചത് തന്നെയാണോ അതോ നീ ഇത് പ്രിൻ്റ് എടുത്തതാണോ, ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുമോ? ഇതാകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ പരാതികളും തീരും. നമുക്ക് നമ്മുടെ വർക്കിൻ്റെ പെർഫെക്ഷൻ എല്ലാവരും കാട്ടി കൊടുക്കാനും പറ്റും. ഇവിടെ ഹെയറാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കെച്ചിങ് ആണ് ചെയ്യുന്നത്. ഈ സ്കെച്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പെൻസിൽസ് എന്ന് പറയുന്നത് HB 2B 4B. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പെൻസിൽസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന് ശേഷം നമ്മൾ പെർഫെക്ഷൻ കൂട്ടി വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് മുകളിലേക്കുള്ള 6B 8B 10B പെൻസിലുകളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ പോർഷൻസിലും ഷെയ്ഡ്സുകൾ വ്യത്യാസമുണ്ട്. ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഹാർഡ് ഷെയ്ഡും ഉണ്ട്. ഈ ഹാർഡ് ഷെയ്ഡിൻ്റെ അടുത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 4B പെൻസിലാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ HB പെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് മാർക്കിങ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് കിട്ടുന്ന ഒരു വർക്ക്, അതായത് അവരുടെ ഹെയറിൻ്റെ ഭാഗം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മാർക്കിങ് ചെയ്യാനായിട്ട്. നമ്മളൊരു പെയ്ഡ് വർക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് റെഫറൻസ് തന്നിട്ടുള്ള പിക്ചർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഹെയർ സെറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാട് വരുന്നൊരു കാര്യം. അത് എത്രത്തോളം ടൈം എടുത്ത് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് പെർഫെക്ഷൻ കിട്ടും. നോർമലി നമുക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് മിനിമം ഒരു 3 ഹവറിൻ്റെ മേലെ എടുക്കും. അപ്പോൾ സമയം കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്നതിനനുസരിച്ചിട്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ സമയപരിധി ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നല്ല രീതിയിൽ വരയ്ക്കാൻ എന്നേക്കാളും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതിലും കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ വരയ്ക്കുമായിരിക്കും. എനിക്ക് ഹെയർ വരയ്ക്കാനായിട്ട് 3 മണിക്കൂറിന് മേലെ സമയം എടുത്തിട്ടുണ്ട്. ആ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കണ്ട ഒരു പിക്ചറിലുണ്ടായിരുന്നത്. ഈ വർക്കിൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കാണിച്ചിട്ടുള്ളത്. അതെന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പേഴ്സണൽ വർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർക്കിൻ്റെ റിസൾട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അനുമതിയില്ല, പെർമിഷൻ ഇല്ല. സോ നമുക്കിതിൻ്റെ വർക്കിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന ഭാഗം മാത്രമാണ് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വരച്ചതിൻ്റെ ഫുൾ പിക്ചർ എനിക്ക് നിങ്ങൾക്ക് ആരും കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നതാണ് നമുക്ക് കിട്ടുന്നൊരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് 4B പെൻസിൽസാണ്. ഇപ്പോൾ ഈ 4B പെൻസിൽസ് നമ്മുടെ ഷെയ്ഡ്സ് കഴിഞ്ഞിട്ട് എത്രത്തോളം ഡാർക്ക് വരുന്ന പോർഷൻസിൽ നമ്മൾ ആദ്യമായിട്ട് 4B യൂസ് ചെയ്യണം. ഈ 4Bക്ക് ശേഷം നമ്മൾ ഒന്നും കൂടി ഹാർഡായിട്ട് നമ്മൾ 6B 8B 10B ഒക്കെ യൂസ് ചെയ്യും. ഈ ലൈറ്റ് ഷെയ്ഡ് വരുന്നിടത്ത് നമ്മൾ മാക്സിമം 2Bക്ക് മേലെയുള്ള പെൻസിലുകൾ നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്തേക്ക് കൊടുക്കാൻ പാടില്ല. അത് എങ്ങനെ വരുന്നത് വെച്ചാൽ ലൈറ്റ്നിങ്ങിനനുസരിച്ച് നമ്മുടെ ഹെയർസിനൊരു ഗ്ലോ വരും. ഈ ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഈ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ. ഇന്നത്തെ സ്റ്റേജിൽ നമ്മൾ പരമാവധി ഹാർഡായിട്ടുള്ള ഭാഗങ്ങളിൽ പെൻസിൽസ് മാറ്റി യൂസ് ചെയ്യുക. 4Bക്ക് ശേഷം നമ്മൾ 6B യൂസ് ചെയ്യുക. 6Bക്ക് ശേഷം നമ്മൾ ലൈറ്റായിട്ട് ബ്രഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ 8B 10B കാര്യങ്ങളൊക്കെ ചെയ്യുക. 10B നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തി അത് കംപ്ലീറ്റ് ആയി എന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളിൽ 10B യൂസ് ചെയ്യേണ്ടത്. ഈ 10Bയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള ഗ്രാഫൈറ്റാണ് ഇതിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ള ഭാഗങ്ങളിൽ ഒരിക്കലും ഈ 10B കൊണ്ടുപോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യരുത്, വർക്ക് മൊത്തത്തിൽ കൊള്ളാവും. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ റെഫറൻസ് പിക്ചറായിട്ട് ഒത്തു നോക്കുക. അതിനുശേഷം മാത്രം നമ്മൾ 10B യൂസ് ചെയ്യുക. എല്ലാ പെൻസിൽസും നമ്മളിങ്ങനെ മാറി യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു ഹെയർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് മറക്കരുത്. HB 2B 4B ഈ പെൻസിൽസ് മാത്രം വെച്ച് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 6B 8B 10B ഈ പെൻസിൽസ് യൂസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ആ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്.